നമസ്കാരം. പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മുൻപ് നടത്തിയ വിദേശ യാത്രകൾ കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ നേട്ടങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. ജപ്പാനും നെതർലാൻഡ്സും ലണ്ടനും ഗൾഫ് രാജ്യങ്ങളുമെല്ലാം മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടും സംസ്ഥാനത്തെ വിദേശ നിക്ഷേപം വർദ്ധിക്കുകയോ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. വിദേശയാത്രയ്ക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയായതിനാലാണ്. ജപ്പാൻ സന്ദർശിച്ച് മടങ്ങിയപ്പോൾ കേരളത്തിൽ 200 കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാവണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. തോഷിബയുമായി സാങ്കേതിക കൈമാറ്റത്തിന് ധാരണയായി. പൊതുമേഖലാ സ്ഥാപനവുമായി ചേർന്ന് തോഷിബ ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ബാറ്ററി നിർമ്മിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ഉറപ്പാക്കുമെന്നും പിണറായി പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ജപ്പാനുമായി യാതൊരുവിധ വിദ്യാഭ്യാസ സഹകരണവും ഉറപ്പാക്കാൻ സർക്കാരിനായിട്ടില്ല. നെതർലാൻഡ് സന്ദർശിച്ച് മടങ്ങിയ മുഖ്യമന്ത്രി റൂം ഫോർ റിവർ പദ്ധതി നടപ്പാക്കുമെന്ന വിവരമാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പാക്കാൻ ഒരു സമിതി പോലും രൂപീകരിച്ചില്ല. പദ്ധതിക്കായി തുക സ്വരൂപിക്കുന്നത് എങ്ങനെയെന്നും തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം ശാസ്ത്രീയമായി നേരിട്ട് നദികൾ കരകവിഞ്ഞൊഴുകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രളയം ഒഴിവാക്കുക എന്നതായിരുന്നു റൂം ഫോർ റിവർ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. കേരള പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതിനാണ് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചത്. 1 ഡസനിലേറെ മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് അനുമതി തേടിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ മുഖ്യമന്ത്രിയും നോർക്ക സെക്രട്ടറിയുമാണ് വിദേശത്തേക്ക് പോയത്. യാത്രയുടെ ഫലമായി എത്ര രൂപ സമാഹരിക്കാനായെന്ന് നിയമസഭയിൽ ചോദ്യം ഉയർന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചില്ലെന്നായിരുന്നു മറുപടി. നിയമസഭയിൽ പറയാതെ വെബ്സൈറ്റിൽ മറുപടി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. UK സന്ദർശിച്ചത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും സോഷ്യൽ വർക്കർമാർക്കും തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണെന്നായിരുന്നു അവകാശം ഉന്നയിച്ചിരുന്നത്. ഇതിനുവേണ്ടി UKയും കേരളവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റി പറയുകയായിരുന്നു. UKയിലെ ഹംബർ ആൻഡ് നോർത്ത് ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പുമായി നോക്ക റൂട്ട്സ് ധാരണാപത്രം ഒപ്പുവെച്ചെന്നാണ് പിന്നീട് പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പിലൂടെ ആരെയും ജോലിക്ക് അയക്കാനാകില്ലെന്ന് ആരോപണം ഉയർന്നിരുന്നു. ലണ്ടൻ സന്ദർശിച്ച് ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച നടത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ കമ്പനിയായ ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച നടത്താൻ മുംബൈയിൽ പോകേണ്ടതിന് പകരം ലണ്ടനിലേക്ക് പോയത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് സന്ദർശനം കൊണ്ട് പറയത്തക്ക യാതൊരു ഫലവും ഉണ്ടായില്ല. തോട്ടവിള പരിപാലനം, പുഷ്പഫല മേഖലയിൽ സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങിയ മേഖലയിൽ സഹകരണ വാഗ്ദാനം ചില കമ്പനികൾ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. വെനീസ്, ആംസ്റ്റർഡാം, ലണ്ടൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി മടങ്ങുകയായിരുന്നു. ലോകബാങ്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും കേരള പുനർനിർമ്മാണത്തിന് വാഗ്ദാനം ചെയ്ത തുക മുഖ്യമന്ത്രിയുടെ യൂറോപ്യൻ പര്യടന നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. ജനീവയുടെ മാലിന്യ സംസ്കരണ സംവിധാനം സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ ധാരണയിലെത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. വിദ്യാഭ്യാസ മേഖലയിൽ സ്വിറ്റ്സർലാൻഡുമായി സഹകരണത്തിന് ധാരണയിലെത്തി എന്ന വാദവും നിഷ്ഫലമായി. ദുബായിൽ വ്യവസായ സമൂഹവുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തത് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ്, ആസ്റ്റൺ, DP വേൾഡ് കമ്പനികളായിരുന്നു. കേരളത്തിൽ ഈ കമ്പനികൾ നേരത്തെ പ്രഖ്യാപിച്ച നിക്ഷേപ യോഗത്തിൽ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായത്. UAE, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. അമേരിക്കയിലേക്കുള്ള യാത്ര ചികിത്സ ആവശ്യമായിരുന്നു. മറ്റുള്ളവയെല്ലാം നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. ചില രാജ്യങ്ങളിൽ റോഡ് ഷോ, വ്യവസായ സംഗമം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ഈ യാത്രകളുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണാപത്രവും ഒപ്പിട്ടില്ലെന്ന് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യവസായ വികസന കേന്ദ്രം പങ്കാളിയായാണ് ഇത്തരം ധാരണാപത്രങ്ങൾ ഒപ്പിടുക. ഇത് സംബന്ധിച്ച് താൽപര്യപത്രവും ഒപ്പിട്ടിട്ടില്ല.